സോ ബിനു എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇന്ന് എന്താ പരിപാടി? ആദ്യമായിട്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ മണിച്ചേട്ടന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. ഓ വെരി ഗുഡ്. നിങ്ങൾ ഇപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടന് മതർമീ ശത്രു ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയാലോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടത് ഇവരെത്തിയത്. ഇപ്പം പറയാൻ കൊള്ളാത്തതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. CM മോഹൻദാസിൻ്റെ മെക്കിട്ടിക്കറ മുതലാണ് ഞാൻ കൊന്നത്. ഇനി താനും കൂടി അതിനെതിരെ സാക്ഷി പറയാൻ പോവണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് വിടച്ചിരിക്കുമ്പോൾ നിൻ്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടൂത്തി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുകൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞാൽ നടശം കൊന്നിരിക്കും. അടിപൊളി. മണിച്ചേട്ടൻ്റെ ഈ ഒരു വോയിസ് അങ്ങനെ അധികം ആരും ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ജനാർദ്ദൻ എൻ്റെ കാര്യസ്ഥൻ എന്ന സിനിമയിലെ ഒരു കാഴ്ചക്കുറവുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എടാ മാധവ, എനിക്കെന്തോ ആ സുശീൽ അത്ര വിശ്വാസം പോരാ. അവൻ അപ്പന്മാർ കാലം തൊട്ടേ അവർ വെറും നാറികളാ. അയ്യോ, അതിർത്തി മാറി വെടിവെച്ചല്ലോ ഈശ്വര. ബാബുരാജിന്റെ ശബ്ദം. ഓക്കെ, രണ്ട് രാധാസാണോ? അതല്ല, നമ്മുടെ മായാമോഹിനിയിലെ മായാമോഹിനി എന്ന ചിത്രത്തിലെ. എടാ ബാലകൃഷ്ണ, അതവളെ ചാരടൊന്നും അല്ല, അതവളെ കാസീന. നീ ഇങ്ങനെ കുടുംബത്തിൽ പിറന്ന പെൺകൊച്ചിനെ പറ്റി നമ്മളെ അച്ഛമ്മ സംസാരിക്കല്ലേ, അതെനിക്ക് സഹിക്കില്ല. മോളെ മോഹൻകുട്ടി, അതെ ഇന്നലെ മോഹൻകുട്ടി റൂമിലെടുത്തും വന്നില്ലേ? അവൻ ആരാ? അമ്മാവ സമയം എത്രയായി? പറഞ്ഞ പോലെ എന്റെ വാച്ച് ഉണ്ടല്ലോ, എന്റെ സമയം ശരിയല്ല. ക്യാപ്റ്റൻ രാജു. എവരിബഡി, മാർക്കറ്റ് ഒന്ന് ഫ്രീ ആയി കിട്ടുകൊണ്ട് വാങ്ങിയതാ, അതുകൊണ്ട് ഫ്രൈയും ചെയ്യാം. മോനെ, ഈ എസ് എന്ന് പറഞ്ഞ തലപ്പ് തിരിക്കുന്ന പണിയൊന്നുമല്ല. നിന്റെ തലയ്ക്ക് മുള്ളിൽ നോട്ടുവേടാജ്ഞ ഉണ്ടാവും, എന്റെ തലയ്ക്ക് മുള്ളിൽ ഒന്നുമില്ല. കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂവർ ഇന്ത്യൻ. അതെ, ആസിഫ് അലി. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാക്കാൻ പോയിരിക്കും അല്ലേ? അപ്പൊ ഞാനാരാ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പിശാചിന്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒരു കൂടത്തിൽ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ അത് അസ്ഥിക്ക് പിടിച്ചിട്ട് തന്നെയാണ്, എനിക്ക് ഉറപ്പായിരുന്നു. മാമച്ചൻ അത്രയ്ക്ക് ഇഷ്ടമാണ് തന്നെ. എൻ്റെ പേര് ചാർലി എന്നൊന്നുമല്ല, ഞാൻ ജോസ് കുട്ടി, പാലയിലൊരു പ്ലാന്റാണ്. അപ്പൊ അച്ഛാ പറയാൻ മറന്നുപോയി, വിഷ് യു ഹാപ്പി അല്ലെങ്കിൽ വേണ്ട ഒരു അടിപൊളി ലൈഫ്. ഏതൊരു പ്രോഗ്രാം ചെയ്തൊരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന പക്വൻ്റെ കൂടിയാണ്. ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാണെങ്കിൽ നിങ്ങളെ കാണാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഗുഡ് വൺ.